ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഫെം ടൂൺ സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. മുസ്ലിം കോർ ലൈഫ് ടൂൺ പ്രോഗ്രാം ഡയറക്ടർ. ഡിസംബർ 31, സമയം രാത്രി 11:55. പുറത്ത് നഗരം ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ്. ആകാശത്ത് വെടിക്കെട്ടുകൾ വണ്ണവിസ്മയം തീർക്കുന്നു. തെരുവുകളിൽ സന്തോഷാരവങ്ങൾ. പക്ഷേ മെട്രോ സിറ്റി ഹോസ്പിറ്റലിൻ്റെ നീണ്ട ഇടനാഴിയിൽ മാത്രം കനത്ത നിശബ്ദതയായിരുന്നു. അവിടെ മരുന്നിൻ്റെ ഗന്ധവും നേരിയ തേങ്ങലുകളും മാത്രം തളം കെട്ടി നിന്നു. ഡോക്ടർ മായ ശർമ്മ തൻ്റെ റൗണ്ട്സ് കഴിഞ്ഞ് ക്ഷീണിച്ചവശയായി നടക്കുകയായിരുന്നു. അവിടെ തോളുകൾ തളർന്നു തൂങ്ങിയിരുന്നു. കഴിഞ്ഞ 365 ദിവസങ്ങൾ അവർക്ക് നൽകിയത് വിശ്രമമില്ലാത്ത പരീക്ഷണങ്ങളാണ്. കവിട്ടുപോയ രോഗികൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, സ്വന്തം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിയാത്ത ആഘോഷങ്ങൾ. ജനലിലൂടെ പുറത്തെ ആഘോഷങ്ങൾ കണ്ടപ്പോൾ മായയുടെ മനസ്സുമെടുത്തു. എന്തിനാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത്? എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഞാൻ മാത്രം എന്തിനാണ് ഈ 4 ചുവരുകൾക്കുള്ളിൽ എൻ്റെ ജീവിതം ഹോമിക്കുന്നത്? ആ ചിന്ത മായയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. പുതുവർഷം അവർക്ക് ഒരു പ്രതീക്ഷയും നൽകിയില്ല. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു വിളി കേട്ടത്. ഡോക്ടർ മായ! ആ ശബ്ദത്തിൽ വല്ലാത്തൊരു ആർദ്രതയുണ്ടായിരുന്നു. മായ തിരിഞ്ഞു നോക്കി. അവിടെ ആ ഇടനാഴിയുടെ അറ്റത്ത് പ്രായമായൊരു മനുഷ്യൻ നിൽക്കുന്നു. കയ്യിലൊരു ചെറിയ ബൊക്കയുമുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ജീവിതം കൈവിട്ടുപോയി എന്ന് വിധി എഴുതിയ ശേഷം അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മിസ്റ്റർ ഡേവിസ് ആയിരുന്നത്. മായ അത്ഭുതത്തോടെ അടുത്തു ചെന്നു. മിസ്റ്റർ ഡേവിസ്, ഈ പാതിരാത്രിയിൽ അസുഖം വല്ലതും? ഡേവിസ് പുഞ്ചിരിച്ചു. ആ കണ്ണുകളിൽ നന്ദിയുടെ തിളക്കമുണ്ടായിരുന്നു. അല്ലേ ഡോക്ടർ, എനിക്ക് അസുഖമില്ല. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. ഞാൻ വന്നത് നന്ദി പറയാനാണ്. അദ്ദേഹം ആ പൂക്കൾ മായയ്ക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഡോക്ടർ, പുറത്ത് ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ്. ന്യൂ ഇയറിനെ വരവേൽക്കുകയാണ്. എൻ്റെ വീട്ടിലും ആഘോഷമാണ്. എൻ്റെ കൊച്ചുമക്കൾ കേക്ക് മുറിക്കാൻ എന്നെ കാത്തിരിക്കുകയാണ്. പക്ഷേ കത്തിക്കാൻ വെച്ച മെഴുകുതിരിക്ക് മുന്നിൽ നിന്നപ്പോഴാണ് ഞാൻ താങ്കളെ ഓർത്തത്. ഈ വർഷം ഏറ്റവും ആദ്യം ഞാൻ കാണേണ്ടത് താങ്കളെയാണ്. ഈ പുതുവർഷം കാണാൻ എനിക്ക് ജീവൻ തന്നത് ദൈവമല്ല, ആ ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന നിങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറി. ഡോക്ടർ, നിങ്ങൾ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് എനിക്ക് എൻ്റെ പേരക്കുട്ടികളെ കെട്ടിപ്പിടിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ ആദ്യത്തെ ആശംസ അത് നിങ്ങളോട് പറയാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. യു ആർ മൈ മിറാക്കിൾ ഡോക്ടർ. ആ നിമിഷം ക്ലോക്കിൽ 12 മണി അടിച്ച മണിമുഴക്കം കേട്ടു. പുറത്ത് പടക്കങ്ങൾ പൊട്ടിവിരിഞ്ഞു. പക്ഷേ ഡോക്ടർ മായ അതൊന്നും കേട്ടില്ല. അവരുടെ മുന്നിൽ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ആ മനുഷ്യൻ്റെ പുഞ്ചിരി മാത്രമായിരുന്നു ആ മായയുടെ ലോകമെന്ന് പറയുന്നത്. അവരുടെ ക്ഷീണമെവിടെയോ പോയി മറന്നു. താൻ ചെയ്യുന്നത് വെറുമൊരു ജോലിയല്ല, മറിച്ച് ദൈവത്തിന് പോലും അസൂയ തോന്നുന്ന വലിയൊരു പുണ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. മായ അദ്ദേഹത്തിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. അവരുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ ഒഴുകി. ഇതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ന്യൂ ഇയർ ഗിഫ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ ഡേവിസ്. പുറത്തെ ബഹളങ്ങളെക്കാൾ ഉച്ചത്തിൽ മായയുടെ ഉള്ളിൽ പുതിയൊരു ലക്ഷ്യബോധമേകി. തളരാനിനി മനസ്സില്ല. കാരണം തൻ്റെ കൈകളിലൂടെയാണ് പലരും പുതിയ വർഷങ്ങളിലേക്ക് കണ്ണു തുറക്കുന്നത്. ഈ കഥ നമ്മെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം യു ആർ ദ മിറാക്കിൾ എന്നതാണ്. നിങ്ങളാണ് അത്ഭുതം എന്നതാണ്. നമ്മൾ ചെയ്യുന്ന ജോലി അത് എത്ര ചെറുതായാലും വലുതായാലും അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന ബോധവും പുനർവിചിന്തനവും നമുക്കുണ്ടാവണം. ക്ഷീണം തോന്നുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തി മൂലം പുഞ്ചിരിക്കുന്ന മുഖങ്ങളെ നാം ഓർക്കേണ്ടതുണ്ട്. രണ്ടാമതായി, എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറയാൻ ഒരിക്കൽ നാം മടിക്കരുത്. മിസ്റ്റർ ഡേവിസിനെ പോലെ നമുക്ക് ലഭിച്ച നന്മകൾ ഓർക്കാനും അതിനെ കാരണക്കാരായവരെ നേരിട്ട് കണ്ട് നന്ദി പറയാനും നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു നന്ദി അവരുടെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകിയേക്കാം. മൂന്നാമതായി, യഥാർത്ഥ ആഘോഷം, റിയൽ സെലിബ്രേഷൻ എന്നത് ബഹളങ്ങളോ മറിച്ച് വലിയ പടക്കം പൊട്ടിക്കലോ ഒന്നുമല്ല. ഒരാളുടെ ഹൃദയത്തിൽ തൊടുന്നതിലാണ് യഥാർത്ഥ ആഘോഷമുള്ളത്. ഒരാൾക്കെങ്കിലും ആശ്വാസമാകാൻ കഴിയുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ആഘോഷം. ഈയൊരു 2026 നമ്മുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ നാം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന്, യു ആർ ദി മിറാക്കിൾ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതെത്ര ചെറുതായാലും വലുതായാലും ആത്മാർത്ഥതയോടെ ചെയ്യുക. രണ്ടാമതായി, നാം നന്ദിയുള്ള മനസ്സിനുടമകളാവുക. മൂന്നാമതായി, ഒരാളുടെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിലുള്ള ആഘോഷം നടത്തുവാൻ, റിയൽ സെലിബ്രേഷൻ കണ്ടെത്തുവാൻ നാം ശ്രമിക്കുക. ഏവർക്കും സന്തോഷാഭിവാദ്യങ്ങൾ. താങ്ക് യു.